ഈ പേപ്പറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കുറച്ച് കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു വർക്ക് കാണാം. ഇപ്പോൾ ഇതാണ് ആ വർക്ക്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നീടുള്ള വർക്കുകളാണ് ഞാൻ ഇതിൻ്റെ പോരായ്മകളൊക്കെ തിരുത്തിയത്. ഇതൊരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഒരു മോഡൽ സമാന്തരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റമാണ്. ആ ഒരു ബൈക്കിന് ശേഷം ഞാൻ ഉണ്ടാക്കിയത് ഒരു ട്രെയിനാണ്. അതിനേൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി. അപ്പോൾ അത് ഇതാണ് പീസ്. ഈ ട്രെയിൻ ഉണ്ടാക്കാനായിട്ട് ഏകദേശം എനിക്ക് ഒരാഴ്ച വേണ്ടി വന്നു. ഇതിന് ഏകദേശം ഒരു 40 ഷീറ്റോളം ന്യൂസ് പേപ്പർ ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതാണ് തോന്നിയെങ്കിൽ ഇതിൽ തന്നെ ഒരു പേപ്പർ അല്ലെങ്കിൽ 2-3 പേപ്പർ അത്രയും കയറിയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ഇതിൽ തന്നെ. ട്രെയിനിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ട്രെയിനിൻ്റെ രൂപമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റീം എഞ്ചിനാണ് ഇതിൻ്റെ പേര്. ഇത് ഓടുന്നത് കോയിൽ, അത് കൽക്കരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഈ ട്രെയിനോട് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഈ ട്രെയിൻ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയിലേക്ക് ഞാൻ എത്തിയത്. 2020 കൊറോണയൊക്കെ ബാധിച്ചിരുന്ന സമയത്താണ് ഞാൻ ട്രെയിൻ ഉണ്ടാക്കിയത്. അന്നത്തെ ലോക്ക്ഡൗണും എല്ലാം കാരണം പേപ്പറും ബാക്കിയുള്ള കാർഡ്ബോർഡോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർക്ക് കിടന്നു. അങ്ങനെയാണ് ശരിക്കും ന്യൂസ് പേപ്പർ ക്രാഫ്റ്റിലേക്ക് ഞാൻ കിടന്നത്. ഈ ട്രെയിൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് റെയിൽവേന് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത്. ഞാൻ അടുത്ത് ഉണ്ടാക്കിയത് ഒരു തൂക്കുപാലാണ്, അതായത് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതൊരു ഗോൾഡൻ ഗേറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു മാതൃക നോക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനും ന്യൂസ് പേപ്പർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചധികം ന്യൂസ് പേപ്പർ തന്നെ ഇതിനും ആവശ്യം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 40ഓളം ന്യൂസ് പേപ്പർ ഇതിനു വേണ്ടി തന്നെ വേണ്ടി വന്നു. കുറച്ച് നേരം മുമ്പ് നമ്മൾ കണ്ട ഒരു സസ്പെൻഷൻ ബ്രിഡ്ജും ട്രെയിനും അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ കുറച്ചും കൂടി ഒരു വലിയൊരു ഐറ്റം വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി എഫേർട്ട് കൂടുതലുള്ള, കുറച്ച് സമയം കൂടുതലെടുത്ത, അങ്ങനെ കുറച്ച് വലിയൊരു ഐറ്റമാണ് അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. നമുക്കത് കാണാം. ഇത് GSLV Mk3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോക്കറ്റാണ്, ISROയുടെ റോക്കറ്റ്. ഇതാണ് ചന്ദ്രയാൻ 2 പോലുള്ള മിഷനൊക്കെ വഹിച്ച റോക്കറ്റാണിത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു മാതൃകയാണിത്. ന്യൂസ് പേപ്പറിനെ റോളുകളാക്കിയിട്ടാണ് ഇതിലുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റുള്ള കണ്ടതിനെല്ലാം വെച്ചിട്ട് കുറച്ചധികം പേപ്പർ ഇതിന് കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഫോട്ടോ പ്രിൻറ്റും ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റ് രണ്ടും ഉണ്ടാക്കിയതിലും മാക്സിമം ഞാൻ കുറച്ചും കൂടി പ്രോഗ്രസ് ഇതിലേക്ക് വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ വരുത്തിയിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.